ഇന്ന് ഞാൻ ഒരു മുടി കൊഴിച്ചിലിനുള്ള എണ്ണ കാച്ചാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മുടി കൊഴിച്ചിൽ, താരൻ, ഇതിന് പരിഹാരമായിട്ടുള്ള എങ്ങനെയാണ് എണ്ണ കാച്ചേണ്ടതെന്ന് നോക്കാം നമുക്ക്. അതിനാദ്യം ഒരു പിടി തുളസി നന്നായിട്ട് കഴുകിയെടുക്കുക. അതേപോലെ തന്നെ വേപ്പില, കറിവേപ്പില, ചെമ്പരത്തിപ്പൂവ് ഫ്രഷ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് നല്ലത്. അല്ലെങ്കിൽ ഞാനിവിടെ ഡ്രൈ ആയിട്ട് എടുത്തു വെച്ച് സ്വരൂപിച്ച് ഒരു 10 എടുത്തു വെച്ചു. ചെമ്പരത്തി പൂവിൻ ഡ്രൈ ആയിട്ടുള്ളത്, പിന്നെ ചെറിയുള്ളി, പിന്നെ ഉലുവ വെള്ളത്തിലിട്ടത്, അതേപോലെ തന്നെ അലുവര. ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ എണ്ണ കാച്ചുന്നത്. നമുക്ക് നോക്കാം. ഇതെല്ലാം നമുക്ക് ആദ്യം പേസ്റ്റാക്കി എടുക്കാം. എല്ലാം പേസ്റ്റാക്കി എടുത്തിട്ട് എണ്ണയിലിട്ടിട്ട് പിന്നെ എണ്ണ നമുക്ക് കാച്ചാം. അപ്പോൾ ഞാൻ പേസ്റ്റാക്കി എടുക്കട്ടെ. ആദ്യം നമ്മൾ ഈ തുളസിയില, അതേപോലെ തന്നെ ചെമ്പരത്തി, കറിവേപ്പില, കുറച്ച് വെള്ളമില്ലാതെ ഒന്ന് അരച്ചെടുക്കാം. ഇതേപോലെ കുറച്ച് അരച്ചെടുത്തു. അതിനുശേഷം നമുക്ക് ചെറിയുള്ളി ഇടാം. ചെറിയുള്ളിയും ബാക്കി കുറച്ച് വേപ്പിലയും ഉള്ളതും, പിന്നെ ഈ ഉലുവ വെള്ളം കളഞ്ഞിട്ട് ഇതിലേക്കിടാം. ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാം. ഇങ്ങനെ ആയിട്ടുണ്ട്. കുറച്ച് അരിഞ്ഞിട്ടുള്ളൂ. നമുക്കിനി ഈ അലുവേരയുടെ ഈ സൈഡിലുള്ള മുള്ളുകളൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതിലേക്കിടാം. കാരണം ഇതിൽ അലുവേരയുടെ ജെല്ലും കൂടി ചെല്ലുമ്പോൾ നന്നായിട്ട് അരിഞ്ഞ് കിട്ടിക്കോളും. അപ്പം അത് ചെയ്യാം. നമുക്ക് ഈ മുള്ള് കളയാദ്യം. ചിലർ ജെല്ല് മാത്രം എടുക്കുള്ളൂ. ഞാൻ ഇത് മുള്ള് മാത്രം കളഞ്ഞിട്ട് ബാക്കി എല്ലാം എടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടുക. അതിനുശേഷം നന്നായിട്ട് പേസ്റ്റ് പോലെ പേസ്റ്റാക്കി എടുക്കാം. ഇത് നല്ല പേസ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചീഞ്ചട്ടിയിലിടാം. നെല്ലിക്കാപ്പൊടി, അതേപോലെ തന്നെ ബ്രഹ്മിയുടെ പൊടി, അതേപോലെ തന്നെ ഭൃംഗരാജിൻ്റെ പൊടി, അതേപോലെ തന്നെ മെഹന്തിയുടെ പൊടി, രണ്ട് സ്പൂൺ എടുത്തു. ഈ പൊടികളെല്ലാം മിക്സ് ചെയ്യാം. ഇതിൽ നമ്മൾ പേസ്റ്റാക്കി പിന്നെ പൊടികളും മിക്സ് ചെയ്തു. അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണ മിക്സ് ചെയ്യണം. വെളിച്ചെണ്ണ ഇട്ടു. നമ്മൾ നന്നായിട്ട് ഈ പൊടിയും നമ്മൾ ചെയ്ത പേസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്തു. ഞാനിപ്പോൾ 1/2 ലിറ്ററാണ് ഇതിൽ മിക്സ് ചെയ്തിട്ടുള്ളത്. കുറച്ചും കൂടെ ഒരു 3/4 ലിറ്റർ വരെ, 1 ലിറ്റർ എടുത്തിട്ടില്ല, 3/4 ലിറ്റർ വെളിച്ചെണ്ണ ആണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. നല്ല മിക്സ് ചെയ്യുമ്പോൾ നല്ല വെളിച്ചെണ്ണയുടെ മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു 10 കുരുമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് ചൂടാക്കാൻ വെക്കാം. ഇത് കുരുമുളക് ഇട്ടു. ഇനി നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം. കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഗ്യാസ് ഓണാക്കി നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇത് ചൂടായതിന് ഒരു പ്രാവശ്യം തിളച്ചതിന് ശേഷം നമ്മൾ ലോ ചെയ്തിട്ട് പതുക്കെ
നമുക്ക് മൊരിച്ചെടുക്കണമല്ലോ. ഇപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുക. പച്ചയായിട്ടുള്ള സാധനം അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ തള വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. ഇനി ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് മൊരിച്ചെടുക്കണം. ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് മൊരിച്ചെടുക്കണം. ഈ നമ്മൾ ഉണ്ടാക്കിയ പേസ്റ്റ് ഒരു നല്ല മൊരിച്ചെടുക്കണ വരെ പാകത്തിന് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് മൊരിച്ചെടുക്കുക. എന്നാലും അതിൻ്റെ സത്തുക്കളൊക്കെ ഈ വെളിച്ചെണ്ണയിലേക്ക് ഊറി വരുള്ളൂ. ഇപ്പോൾ പതുക്കെ ലോ ഫ്ലെയിമിൽ വെച്ച് ക്ഷമയോടുകൂടി ഇളക്കിക്കൊണ്ടിരിക്കുക. ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചേശ്ശെ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി ഇനി സമയം എടുക്കും. ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറായി. ഇപ്പോൾ മെഴുക് പരുവം കഴിഞ്ഞ് കുറച്ചൊന്ന് മൊരിഞ്ഞ് വരുന്ന പ്രായമാണത്. 5-10 മിനിറ്റിൽ ആവും. എന്തായാലും ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഇതെനിക്ക് അനിയത്തി പറഞ്ഞു തന്നാണ്. അവൾ ഉണ്ടാക്കി എനിക്ക് ആദ്യം തന്നു. അപ്പോൾ എൻ്റെ മുടി കൊഴിച്ചിലൊക്കെ നിന്ന് മുടിയൊക്കെ കട്ടി വെച്ച് തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു മോൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ വെള്ളവും ഒന്നും ശരിയാവില്ല. അപ്പോൾ മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. നല്ല കനത്ത മുടിയായിരുന്നു അവൾക്ക്. മുടി കൊഴിയാൻ തുടങ്ങി. ഇപ്പോൾ കുറച്ച് ടെൻഷനായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പരീക്ഷിച്ച എണ്ണ തന്നെ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. നിങ്ങളും പരീക്ഷിച്ച് നോക്കുക. കാരണം ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് എൻ്റെ മുടി കൊഴിച്ചിലൊക്കെ നിന്ന് നല്ല മുടി വളർന്ന് ഉള്ളു വന്ന് തുടങ്ങി. നിങ്ങൾ ഈ റെസിപ്പി ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കി തലയിൽ പരീക്ഷിച്ച് 1 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. പരീക്ഷിച്ച് നോക്കാം. ബി ഹാപ്പി, ബി ഹെൽത്തി. ഇങ്ങനെയാണ് തിളയ്ക്കുന്നത്. ഒരുവിധം ആയി തുടങ്ങിയിരിക്കുന്നു. ഉണ്ടോ? ആ തിളച്ച പതയൊക്കെ മാറി തുടങ്ങി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. മുരുമുരുന്നായിട്ടുണ്ട്. ഇതിൻ്റെ കൊറ്റനൊക്കെ അടിയിൽ വന്ന് മുരുമുരുന്നായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിടാം. ഇനി തണുത്തതിന് ശേഷം നമുക്ക് ബോട്ടിലേക്ക് ആക്കാം.